വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൽക്കാലിക ആശ്വാസം. 10 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാറിനായി ഇറാൻ തങ്ങളോട് യാചിക്കുകയാണെന്നാണ് ട്രംപിന്റെ വാദം. അതേസമയം ഇറാനിലും ലെബനനിലും ആക്രമണം തുടർന്ന ഇസ്രായേൽ. ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനാണ് ചേരുന്നത്. അതുല്യ, ഇപ്പോൾ സംഘർഷത്തിൽ താൽക്കാലിക ആശ്വാസമുണ്ടെന്ന വാർത്തയാണ് ലഭിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്നാണ് ട്രംപ് അറിയിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇപ്പോൾ ഈ വെടിനിർത്തലിനടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾക്കൊപ്പമാണ് ഈ ഒരു പുതിയ സമയപരിധി കൂടി ട്രംപ് നിശ്ചയിച്ചിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ചത് മുതൽ ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ ചില വാദങ്ങളും അതുപോലെ തന്നെ സമയപരിധികളും എല്ലാം തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പുതിയ ഒരു അവകാശവാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്. അദ്ദേഹം തൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇറാനിലെ ആണവ നിലയങ്ങളും അതുപോലെ തന്നെ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ, അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിലയങ്ങളടക്കമുള്ളവയെ ആക്രമിക്കുന്നത് ഏപ്രിൽ 6 വരത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. നേരത്തെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിക്കുമെന്നും അത് ഇറാനിലെ തന്നെ ഏറ്റവും വലിയ ഊർജ്ജ കേന്ദ്രത്തെ ആദ്യം ആക്രമിച്ചുകൊണ്ടായിരിക്കും തങ്ങൾ ആരംഭിക്കുക എന്നുമായിരുന്നു ട്രംപിന്റെ ഒരു അന്ത്യശാസനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു അന്ത്യശാസനം നൽകിയത്. എന്നാൽ അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ട്രംപ് താൻ അവർക്ക് 5 ദിവസത്തെ സമയം നീട്ടി നൽകുകയാണ് എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ആ 5 ദിവസത്തെ സമയപരിധി ഇപ്പോൾ അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പുതിയ വാദം. ഇറാൻ തന്നോടുള്ള അഭ്യർത്ഥന നടത്തിയതിന്റെ പ്രകാരമാണ് ഇപ്പോൾ താൻ 10 ദിവസത്തേക്ക് ഈ ഒരു ആക്രമണം നീട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പങ്കുവച്ച പോസ്റ്റ്, ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 6-8 മണി വരെ താൻ ഈ ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരാക്രമണവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റിടങ്ങളിൽ, അതായത് ഇറാനിൽ മറ്റ് ഇടങ്ങൾക്ക് നേരെയുള്ള വ്യോമാക്രമണം തുടരും. പക്ഷേ ഈ ഒരു ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഈ അന്ത്യശാസനത്തിൽ നൽകിയതുപോലുള്ള ആക്രമണം നിർത്തിവെക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് എന്നും അതുപോലെ തന്നെ ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇറാന്റെ വാർത്താ ഏജൻസിയും അതുപോലെ തന്നെ ഇറാനിൽ തന്നെ വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യം പല തവണ നിഷേധിച്ചതാണ്. അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്തുന്നില്ല, അമേരിക്കയുമായി ഒരു തരത്തിലുള്ള സമാധാന കരാറിലും എത്തിയിട്ടില്ല, ഒരു ധാരണയിലും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ട്രംപിൻ്റെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് ഇറാൻ പ്രചരിപ്പിക്കുന്നത്. ഒരേ സമയം അവർ തന്നോട് യാചിക്കുകയും അതേസമയം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രംപ് അദ്ദേഹത്തിൻ്റെ വൈറ്റ് ഹൗസിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാൻ തങ്ങളോട് ഈ യുദ്ധത്തിൽ ഒരു കരാറിന് വേണ്ടി യാചിക്കുകയാണ്. പല തവണയായി അവർ തങ്ങളോട് യാചിക്കുന്നു. ഇത് മുമ്പ് തന്നെ അവർ ചെയ്യേണ്ടതായിരുന്നു. അതായത് ഫെബ്രുവരി 28 തന്നെ ഈ ഒരു കാര്യം അവർ ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങൾ ആദ്യം മുതൽക്കേ ഇറാനെ ഒരു ഭീഷണിയായാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഏത് സാഹചര്യത്തിലും ആക്രമിക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ യുദ്ധം ഇത്ര വഷളാക്കാൻ കാത്തിരിക്കാതെ ഇറാൻ തങ്ങളോട് ആദ്യം തന്നെ ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് വരേണ്ടതായിരുന്നു എന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നടന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇറാനിലും ലബനനിലുമുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ലബനനിൽ ഇസ്രായേലിൻ്റെ ആക്രമണം വളരെയധികം രൂക്ഷിതമായതിനെ തുടർന്ന് ലബനൻ തിരിച്ച് വടക്കൻ ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനിൻ്റെ വിവിധ നഗരങ്ങളിലും ജനവാസ മേഖലകളിലും
ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണവും അതുപോലെ തന്നെ വ്യോമാക്രമണവും തുടരുകയാണ്. ഇതുവരെ ഇറാനിൽ ഏതാണ്ട് 1900-ലധികം ആളുകൾ മരിച്ചു എന്നതാണ്. കൃത്യമായ മരണസംഖ്യ കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ഇറാനിലെ മരണസംഖ്യ 2000-നോട് അടുക്കുകയാണ് എന്നുള്ളതാണ്. ലെബനണിലും മരണസംഖ്യ വളരെയധികം ഉയരുന്നുണ്ട്. ബെയ്റൂത്തും അതുപോലെ തന്നെ തെക്കൻ ലെബനണിലെ വിവിധ നഗരങ്ങളിലും നടന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 1100-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാൻ്റെ ആക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. UAE-യിലും അതുപോലെ തന്നെ സൗദിക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശ്രമം നടന്നിട്ടുണ്ട്. UAE-യിൽ മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതിൻ്റെ ശബ്ദങ്ങളും സ്ഫോടന ശബ്ദങ്ങളും മറ്റും കേട്ടതായി രാവിലെ തന്നെ വാർത്തകൾ വന്നിരുന്നു. ഇത് മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ ഡ്രോണുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നതിൻ്റെ ശബ്ദമെല്ലാം UAE-യിൽ കേട്ടതായും അപായ സൈറണുകൾ മുഴങ്ങിയതായുമാണ് റിപ്പോർട്ട്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ വീണ്ടും ആക്രമണ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും താൽക്കാലികമായി ഈ ഒരു 10 ദിവസത്തേക്ക് ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തില്ല എന്നൊരു തീരുമാനം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ വലിയൊരു അപകടത്തിന് വഴിവെക്കുമെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇറാനിലെ ഇസ്ഫഹാൻ അതുപോലെ തന്നെ ഖോറാം ഷെഹർ ഇത്തരത്തിൽ ഈ പറയുന്ന ബുഷെഹർ എന്ന് പറയുന്ന 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ആണവ വികിരണത്തിനുള്ള സാധ്യത ഒരാശങ്കയായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബുഷെഹർ ആണവ നിലയത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വലിയൊരു റേഡിയോളജിക്കൽ അപകടം അല്ലെങ്കിൽ വലിയൊരു ആണവ അപകടത്തിലേക്ക് ചിലപ്പോൾ വഴിവെക്കും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ബുഷെഹർ ആണവ നിലയത്തിന് നേരെയുള്ള ആക്രമണം നിർത്തിവെക്കണമെന്ന് റഷ്യയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആണവ നിലയത്തിൽ റഷ്യയുടെ അടക്കം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ബുഷെഹർ ആണവ നിലയത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകട സാധ്യതയും അതുപോലെ തന്നെ ജീവനക്കാരുടെ സുരക്ഷയും കണക്കിലെടുത്ത് ആണവ നിലയങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ഇപ്പോൾ റഷ്യയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇപ്പോൾ താൽക്കാലിക ആശ്വാസമാണ്. 10 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്തായാലും സമാധാന കരാറിനായി ഇറാൻ തങ്ങളോട് യാചിക്കുകയാണെന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രതികരണത്തിലേക്ക്. Just so we set the record straight, because I've been watching the Wall Street Journal's fake news and all these stories that get printed like, oh, I want to make a deal. They are begging to make a deal, not me. They're begging to make a deal. And anybody that saw what was happening over there would understand why they want to make a deal. But they say, oh, we're not talking to them. Anybody would know that. And only a total fool. And they're not fools. They're very smart, actually, in a certain way. And they're great negotiators. I say they're lousy fighters, but they're great negotiators. They are begging to work out a deal. ട്രംപിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. സമാധാന കരാറിനായി ഇറാൻ തങ്ങളോട് യാചിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ഇറാനിലും ലെബനിലും ഒക്കെ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ ഗൾഫ് മേഖലയിലേക്ക് വീണ്ടും ഇറാന്റെ ഒരു ആക്രമണ ശ്രമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി വിലയിരുത്താൻ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. യോഗം ഇന്ന് വൈകിട്ട് 6